ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലേക്ക് തുടക്കമിട്ട് ഇറാൻ ഇസ്രായേൽ അമേരിക്ക സംഘർഷം അതിരൂക്ഷമാകുന്നതിന്റെ സൂചന നൽകി ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇസ്രായേൽ വൻ ബോംബാക്രമണം നടത്തിയെന്ന ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആക്രമണം നടത്തിയ വിവരം ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിനു പിന്നാലെ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സാണ് ആക്രമണ വിവരം അറിയിച്ചിരിക്കുന്നത്. ടെഹ്റാനിൽ സ്ഫോടന ശബ്ദം കേട്ടുവെന്നും വലിയ തോതിൽ പുക ഉയരുന്നുവെന്നും രാജ്യാന്തര വാർത്താ ഏജൻസികളുടെ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുണ്ട്. മധ്യ ടെഹ്റാനിലെ നിലെ യൂണിവേഴ്സിറ്റി സ്ട്രീറ്റിലും ജംഹൌറി ഡിസ്ട്രിക്റ്റിലും സമീപത്തായാണ് മിസൈലുകൾ പതിച്ചതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷനും സ്ഫോടനം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. പിന്നീട് ഇസ്രായേലിന്റെ പല ഭാഗത്തും സൈറൺ മുഴങ്ങിയെന്നും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനാണ് ഇത് പുറപ്പെടുവിച്ചതെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. 3 തവണ സ്ഫോടന ശബ്ദം കേട്ടുവെന്നാണ് ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മുൻകരുതൽ ആക്രമണമാണ് നടത്തിയതെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ രാജ്യത്തിന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി അതീവ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇറാൻ തിരിച്ചടി നൽകാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് ഇസ്രായേൽ സൈന്യം രാജ്യത്തുടനീളം അതീവ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചു കഴിഞ്ഞു. വ്യോമാക്രമണ സൈറണുകൾ മുഴക്കി പൊതുജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ സൈന്യം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ സ്കൂളുകൾക്കും ജോലിസ്ഥലങ്ങൾക്കും ആൾക്കൂട്ടങ്ങൾക്കും ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം കർശന നിരോധനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ഒരു പൂർണ്ണ തോതിലുള്ള പ്രാദേശിക യുദ്ധത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് എന്ന പുതിയ വാർത്തകളാണ് പുറത്തുവരുന്നത്. എന്നാൽ കനത്ത തിരിച്ചടിക്ക് ഇറാൻ ഒരുങ്ങുന്നതായി പുതിയ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുണ്ട്. ഹോർമൂസിൽ IRGCയും ഹിസ്ബുള്ളയും ഹൂതികളും അണിനിരന്നു കഴിഞ്ഞു. ഇറാന്റെ ബോട്ടുകൾ മാരകായുധങ്ങളുമായി അമേരിക്കൻ കപ്പലുകളെ വളഞ്ഞതായാണ് റിപ്പോർട്ട്. ശത്രുവിന്റെ കണ്ണായ റഡാറുകളെ കണ്ണുവെട്ടിക്കാനും അവരുടെ കപ്പലിലെ കമ്പ്യൂട്ടറുകളെ നിശ്ചലമാക്കാനും കഴിയുന്ന ഇലക്ട്രോണിക് യുദ്ധ രീതിയിലാണ് ഇപ്പോൾ ബോട്ടുകൾ പുറപ്പെട്ടിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെയാണ് ഇറാന്റെ ശത്രുതന്ത്രവും ലോകത്തെ ഇപ്പോൾ അമ്പരപ്പിക്കുന്നത്. കോടികൾ വിലയുള്ള വലിയ വലിപ്പമുള്ള വലിയ കപ്പലുകളെ നേരിടാൻ അവർ വലിയ കപ്പലുകളല്ല അയക്കുന്നത്. പകരം ഈ ചെറിയ കുഞ്ഞൻ കപ്പലുകളെ ഉപയോഗിച്ച് അമേരിക്കയും ഇസ്രായേലിനെയും ഒറ്റയടിക്ക് കീഴ്പ്പെടുത്താം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ഇറാനും സഖ്യകക്ഷികളും രംഗത്ത് വന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇറാൻ പ്രാദേശികമായി വികസിപ്പിച്ചെടുത്ത ഓവർ ദി ഹൊറൈസൺ റഡാർ ശൃംഖലകൾ നിർണായകമായ നീക്കത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും പറയപ്പെടുന്നുണ്ട്. പരമ്പരാഗത റഡാറുകൾ ഭൂമിയുടെ വളവ് കാരണം പരിമിതമായ ദൂരത്തിൽ മാത്രമേ പ്രവർത്തിക്കൂ. എന്നാൽ OTH റഡാറുകൾ ഉയർന്ന ഫ്രീക്വൻസി തരംഗങ്ങൾ അയച്ച് അവയെ അയനോസ്ഫിയറിൽ നിന്ന് തിരിച്ചുവിട്ട് ദൂരപ്രദേശങ്ങളിലെ വലിയ വസ്തുക്കളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് അവിടെ ചെന്ന് ആക്രമിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നു വരുന്നതെന്നാണ് വാർത്തകൾ. സെഫേർ, ഗാദിർ പോലുള്ള സംവിധാനങ്ങൾ ഈ സാങ്കേതികവിദ്യയുടെ ഉദാഹരണങ്ങളായി എടുത്തു കാട്ടപ്പെടുന്നുണ്ട്. കൃത്യമായ സ്ഥാനനിർണയം ലഭിച്ചുകൊണ്ട് തന്നെ വലിയൊരു ആക്രമണം നടത്താനാണ് ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുന്നത്. റഡാർ വിവരങ്ങൾ മാത്രം യുദ്ധത്തിന് മതിയാകില്ല എന്നുള്ളതിനാൽ ഇറാൻ നിരീക്ഷണ ഡ്രോണുകളെ ശൃംഖലയുടെ അടുത്ത ഘട്ടമായി ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. മൊഹാജർ 6 പോലുള്ള ഡ്രോണുകൾ ദീർഘകാല യുദ്ധത്തിൽ പറന്ന് ലക്ഷ്യത്തെ ദൃശ്യപരമായി സ്ഥിരീകരിക്കുകയും അതിൻ്റെ വേഗതയും ദിശയും നിരീക്ഷിക്കുകയും ചെയ്തതിനു ശേഷമാണ് ആക്രമണം നടത്താൻ പോകുന്നത്. റഡാർ കണ്ടെത്തൽ, ഡ്രോൺ സ്ഥിരീകരണം ലക്ഷ്യമാക്കി ട്രാക്കിംഗ് എന്ന 3 ഘട്ട നിരീക്ഷണ മാതൃകയാണ് ഇവിടെ ഇറാൻ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ചെറിയതും ചെലവ് കുറഞ്ഞതുമായ ഡ്രോണുകൾ ഉപയോഗിച്ച് വലിയ യുദ്ധക്കപ്പലുകളെ നിരീക്ഷിക്കാൻ കഴിയുന്നവയാണ് ഇപ്പോൾ അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു വിമാനവാഹിനി കപ്പലിന്റെ സ്ഥാനം കൃത്യമായി മനസ്സിലാക്കിയാൽ അടുത്ത ഘട്ടം ആക്രമണ ശേഷിയാണ് നിശ്ചയിക്കുക. ഈ സാഹചര്യത്തിൽ ഖാലിജ് ഫാർസ് കപ്പൽവേധ ബാലിസ്റ്റിക് മിസൈൽ ഏറെ ശ്രദ്ധേയമായിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അബു മഹ്ദി കപ്പൽവേധ മിസൈൽ വളരെ താഴ്ന്ന ഉയരത്തിൽ ഹോർമൂസിൽ പറന്നു കളിക്കുകയാണെന്നാണ് പുതിയ വിവരങ്ങൾ വരുന്നത്. എന്നാൽ ഈ മുഴുവൻ സമവാക്യങ്ങളിലെ ഏറ്റവും സൂക്ഷ്മ ഘടകം ഇലക്ട്രോണിക് നിശബ്ദത തന്നെയാണ്. ഒരു കപ്പൽ സ്വന്തം റഡാറുകളും കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും സജീവമാക്കിയാൽ അതിൻ്റെ സിഗ്നലുകൾ തന്നെ ശത്രുവിൻ്റെ ഇലക്ട്രോണിക് ഇൻ്റലിജൻസ് സംവിധാനങ്ങൾക്ക് സൂചനയായി മാറുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ റഷ്യയും ചൈനയും ഇറാനു വേണ്ടി അത്യാധുനിക ആയുധങ്ങൾ വിന്യസിക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു. ചൈനീസ് നിർമ്മിത CM-302 സൂപ്പർസോണിക് കപ്പൽ വിരുദ്ധ മിസൈൽ ഇറാൻ സ്വന്തമാക്കി കഴിഞ്ഞു. ആഗോള പ്രതിരോധ രംഗത്ത് വലിയ ചർച്ചയ്ക്ക് വഴിവെച്ച ഈ സംവിധാനം ഇനി ആക്രമണത്തിന് ഉപയോഗിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അതിവേഗവും ഉയർന്ന ആക്രമണശേഷിയും കാരണം ലോകത്തിലെ ഏറ്റവും ശക്തമായ കപ്പൽ വിരുദ്ധ ആയുധ സംവിധാനങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന ഈ മിസൈൽ ഇറാന്റെ സമുദ്ര പ്രതിരോധ ശേഷി ഗണ്യമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് തന്ത്രപ്രധാന സമുദ്രപാതകളിലെ സുരക്ഷാ സമവാക്യങ്ങളെ തന്നെ ഇത് സ്വാധീനിക്കുമെന്ന ആശങ്കയും നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. ഇതിലൂടെ വ്യക്തമാകുന്നത് ഇത് വെറും ആയുധ ഇടപാട് മാത്രമായിരുന്നില്ല,
മറിച്ച് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും നീക്കം മുൻകൂട്ടി കണ്ട് ചൈന മനഃപൂർവ്വം ഈ ആയുധങ്ങൾ കൈമാറി എന്നുള്ളതാണ്. വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന പാശ്ചാത്യ ഉപരോധങ്ങളെ അതിജീവിച്ച് ആഗോള ശക്തിയായ ചൈനയുമായി തന്ത്രപരമായ പങ്കാളിത്തം ഉറപ്പിക്കാൻ ഇറാന് സാധിച്ചിരുന്നു എന്ന് വേണം കരുതാൻ. അമേരിക്ക ഇറാനുമേൽ കടുത്ത നിബന്ധനകൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പരസ്പര ബഹുമാനം എന്ന മൂല്യത്തിന് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഇറാൻ പ്രതികരിച്ചിരുന്നത്. യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്തണമെന്ന അമേരിക്കയുടെ ആവശ്യത്തിന് മുന്നിൽ പതറാതെ ഉപരോധങ്ങൾ നീക്കം ചെയ്യണമെന്ന ഉറച്ച നിലപാടിൽ ഇറാൻ ഉദ്യോഗസ്ഥർ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഈ ചർച്ചകൾക്കിടയിൽ ചൈനയുമായുള്ള സൈനിക സഹകരണം ശക്തമാക്കുകയാണ് ഇറാൻ ചെയ്തത്. ഇറാൻ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ടവരല്ല എന്നതിൻ്റെ വ്യക്തമായ തെളിവ് കൂടി ഇത് മാറിയിട്ടുണ്ട്. ഇത് മേഖലയിലെ ശക്തി സന്തുലിതാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനും ഇടയാക്കിയിട്ടുണ്ട്. ചൈനയുടെ വിഖ്യാതമായ YJ-12 മിസൈലിൻ്റെ കയറ്റുമതി പതിപ്പായ CM-302 ആധുനിക നാവിക യുദ്ധമുറകളിൽ വിപ്ലവം സൃഷ്ടിക്കാൻ കെൽപ്പുള്ള ഒന്നായിരിക്കുകയാണ്. ശബ്ദത്തേക്കാൾ 3 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഈ സൂപ്പർസോണിക് മിസൈൽ ശത്രുക്കളുടെ റഡാർ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകുന്നതിന് മുൻപേ ലക്ഷ്യസ്ഥാനത്ത് കുതിച്ചെത്തുകയും ചെയ്യും. ഏകദേശം 290 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ മിസൈൽ സമുദ്ര ഉപരിതലത്തിന് തൊട്ടുമുകളിലൂടെ താഴ്ന്നു പറക്കുന്നതിനാൽ ആധുനിക പ്രതിരോധ കവചങ്ങളെ എളുപ്പത്തിൽ വെട്ടിക്കാൻ ശേഷിയുള്ളവയാണ്. വലിയ യുദ്ധക്കപ്പലുകളെയും വിമാനവാഹിനി കപ്പലുകളെയും പോലും തകർക്കാൻ ശേഷിയുള്ള നൂതന വാർഹെഡുകൾ ഘടിപ്പിക്കാൻ കഴിയുമെന്നത് ഇതിൻ്റെ പ്രഹരശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഗൾഫ് മേഖലയിൽ ഇറാൻ്റെ തീരദേശ സുരക്ഷ ശക്തമാക്കുന്നതിനും വിദേശ കപ്പലുകളുടെ അനാവശ്യ കടന്നുകയറ്റം ഫലപ്രദമായി തടയുന്നതിനും ഈ മിസൈലുകൾ ഇറാന് വലിയ ആത്മവിശ്വാസവും നൽകിയിട്ടുണ്ട്. ഇറാൻ്റെ നാവിക സിദ്ധാന്തം എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അസമമായ യുദ്ധമുറയിൽ തന്നെയാണ്. വലിയ നാവികസേനകളെ നേരിടാൻ ഡ്രോണുകൾ, ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റുകൾ, തീരദേശ മിസൈലുകൾ എന്നിവ ഉപയോഗിക്കുന്നതിനാൽ ഇറാൻ ഇതിനോടകം തന്നെ വൈദഗ്ധ്യം തെളിയിച്ചിട്ടുണ്ട്. ഇതിലേക്ക് CM-302 കൂടി എത്തുന്നതോടെ ഇറാൻ്റെ പ്രതിരോധ വലയം അതിശക്തമായി മാറിയിട്ടുണ്ട്. എന്നാൽ ആക്രമണത്തിനുള്ള തിരിച്ചടി കടുത്തതാകുമെന്നാണ് ഇറാൻ പ്രതികരിച്ചിരിക്കുന്നത്. ഈ സൂചനകളാണ് ഇറാൻ മാധ്യമങ്ങളും ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ആക്രമണങ്ങളിൽ ഭയമില്ലെന്നും തളരുകയില്ലെന്നും മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട സന്ദേശങ്ങളിൽ ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു. ഇപ്പോഴത്തെ സംഭവവികാസങ്ങളുടെ അന്ത്യം ഇസ്രായേലിൻ്റെ കൈകളിൽ ആയിരിക്കില്ലെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാനിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി വൻതോതിലുള്ള സൈനിക ആക്രമണം ആരംഭിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 8 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ സന്ദേശത്തിലൂടെയാണ് ലോകത്തെ ഞെട്ടിച്ച ഈ സുപ്രധാന വിവരം അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. അമേരിക്കൻ ജനതയുടെ സുരക്ഷ ഉറപ്പാക്കാനും ഭീഷണികളെ പ്രതിരോധിക്കാനും ഈ സൈനിക നീക്കം അനിവാര്യമായിരുന്നുവെന്നാണ് ട്രംപ് ന്യായീകരിക്കുന്നത്. ഇസ്രായേലിൽ നിന്നുള്ള വ്യോമസേനയുടെ സഹായത്തോടെയാണ് ഇറാനിലേക്ക് മിസൈൽ ആക്രമണങ്ങൾ നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ശക്തമായ സ്ഫോടനങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ ഓഫീസിന് സമീപവും ആക്രമണം ഉണ്ടായതായാണ് വിവരം. സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായാണ് ഖമേനിയെ രഹസ്യ താവളത്തിലേക്ക് മാറ്റിയതെന്നും റിപ്പോർട്ടുണ്ട്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഈ നീക്കത്തെ മുൻകരുതൽ ആക്രമണം എന്ന് വിശേഷിപ്പിക്കുകയാണ് ചെയ്തത്. പിന്നാലെ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. വ്യോമമേഖലയിൽ പൂർണ്ണമായും അടച്ച ഇസ്രായേൽ ജനങ്ങളോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശിക്കുകയും ചെയ്തു കഴിഞ്ഞു. അമേരിക്ക ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിനെതിരെ കടുത്ത ഭാഷയിലാണ് ഇറാൻ്റെ പ്രതികരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആക്രമണങ്ങളിൽ ഒരു തരത്തിലും ഭയമില്ലെന്നും തിരിച്ചടിക്കായി കാത്തിരിക്കൂ എന്നുമാണ് ഇറാൻ്റെ ഭീഷണി വന്നിരിക്കുന്നത്. ഇറാൻ ഔദ്യോഗികമായി തന്നെ ടെലിവിഷൻ ചാനലിലൂടെ ഇത് അറിയിച്ചും കഴിഞ്ഞു. നിലവിലെ സംഭവങ്ങളുടെ അന്ത്യം ഏതു തരത്തിലാകുമെന്ന് ലോകവും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടെ സൈനിക നടപടിക്ക് പിന്നാലെ മേഖലയിൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഇസ്രായേലിലെ ഇന്ത്യൻ പൗരന്മാർക്ക് വിദേശകാര്യ മന്ത്രാലയം അതീവ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇസ്രായേൽ സുരക്ഷാ ഉദ്യോഗസ്ഥരും പ്രാദേശിക അധികൃതരും നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും എപ്പോഴും കരുതിയിരിക്കണമെന്നും എംബസി പുറപ്പെടുവിച്ച അറിയിപ്പിൽ വ്യക്തമാക്കി കഴിഞ്ഞു. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ രാജ്യത്തിനകത്തുള്ള അനാവശ്യ യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കാനും പൗരന്മാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ സുരക്ഷിതമായി ഇരിക്കാൻ നിശ്ചയിക്കപ്പെട്ട ഷെൽട്ടറുകൾക്ക് സമീപം തന്നെ തുടരണമെന്നും താമസ സ്ഥലത്തിന് അടുത്തുള്ള സുരക്ഷിത കേന്ദ്രങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കണമെന്നും നിർദ്ദേശിച്ചു കഴിഞ്ഞു. പുതുക്കിയ സുരക്ഷാ വിവരങ്ങൾക്കായി ഔദ്യോഗിക വെബ്സൈറ്റുകളും പ്രാദേശിക വാർത്തകളും നിരന്തരം നിരീക്ഷിക്കണമെന്നും എന്തെങ്കിലും അടിയന്തര സാഹചര്യം ആവശ്യമുള്ളവർ ടെല്ലവീവിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടണമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതേ നിർദ്ദേശം തന്നെ ഇറാനിലെ പൗരന്മാർക്കും ഇന്ത്യ നൽകി കഴിഞ്ഞു.